भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 704 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 83 അധ്യായത്തിലെ 17 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ദ്രൗപദിയുടെ മുമ്പിൽ ഭഗവത് പത്നിമാര് ഭഗവാൻ തങ്ങളെ വിവാഹം ചെയ്ത കഥ വർണ്ണിക്കുന്ന ആ ഭാഗം. അതിൽ രുക്മിണി, സത്യഭാമ, ജാംബവതി, സത്യ, ഭദ്ര, കാളിന്തി, മിത്രവിന്ദ തുടങ്ങിയവര് മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഇന്ന് ലക്ഷ്മണയുടെ വളരെ വിശദമായ, വളരെ സുദീർഘമായ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ലക്ഷ്മണ പറയുകയാണ്, മമാഭിരാജ്ഞച്യുത ജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഹ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ വ്രത സുസംഹൃഷ്യ വിഹായ ലോകപാൻ. ലക്ഷ്മണ പറയാണ്, മമാപി ഞാനും, അതെ എൻ്റെയും മനസ്സ് മുകുന്ദേ ആസ മുകുന്ദനിൽ, ആ ഭഗവാനിൽ ലയിച്ചു ചേർന്നു. എന്തുകൊണ്ടാ എനിക്കും ചേർന്നു എന്ന് പറഞ്ഞത്? അവിടെ ഇതിനു മുമ്പ് പറഞ്ഞ ഭഗവത് പത്നിമാരൊക്കെ അതേ തന്നെയാണ് പറഞ്ഞത്. അപ്പോ അതിന് കാരണം എന്താ? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ എന്ന് അവിടെ രുക്മിണീ ദേവി ഭഗവാൻ അയച്ച കത്തില് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രുക്മിണിയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ട് ആ രംഗങ്ങളെ വർണ്ണിക്കുന്ന സമയത്ത് അവിടെയും പറയുന്നുണ്ട് ഈ രുക്മിണിയുടെ അവസ്ഥ. ഗൃഹാഗതൈർഗീയമാനം, ഗൃഹത്തിൽ വന്ന ആളുകൾ, ഗൃഹാഗതൈർഗീയമാനാസ്തമ്മേനെ സദൃശം പതിം, ഗൃഹത്തിൽ വന്ന ആളുകള് ഭഗവാന്റെ ആ വീര്യകർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെയും അതെ, ഹേ രാജ്ഞി, ദ്രൗപദിയെ വിളിക്കുകയാണ് പാഞ്ചാലി, മുഹു നാരദഗീതം അച്യുത ജന്മകർമ്മ ശ്രുത്വ. പലപ്പോഴും
നാരദനാൽ ഗാനം ചെയ്യപ്പെട്ട നാരായണന്റെ കഥകൾ, അച്യുതന്റെ നാശമില്ലാത്തവന്റെ ജനനത്തെയും ജന്മത്തെയും കർമ്മത്തെയും കേട്ടിട്ട് പത്മഹസ്തയാ വൃത, പത്മം കയ്യിൽ പിടിച്ചിരിക്കുന്നവളാൽ വരിക്കപ്പെട്ടവൻ ആണ് എങ്കിലും, രുക്മിണ്യാദി ദേവിമാരെ വിവാഹം ചെയ്തവനാണെങ്കിലും സുസംഋഷ്യ നന്നായി ആലോചിച്ചിട്ട് ലോകപാൻ വിഹായ, ലോകപാലകന്മാരെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് മമ അപി ചിത്തം, എൻ്റെ മനസ്സും മുകുന്ദേ ആസ ഹ, എൻ്റെ മനസ്സും ഭഗവാനിലേക്ക് ആവേശിച്ചു, സന്തോഷം എന്നാണ്. നാരദ മഹർഷി പലപ്പോഴും ഭഗവാന്റെ കഥകൾ പാടാറുണ്ട്. അതിങ്ങനെ കേട്ട് 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 ലോകപാലന്മാരിലേക്ക് ആരിലേക്കും പ്രവേശിക്കാത്ത എൻ്റെ മനസ്സ് പുനരാവൃത്തിരഹിതമായ ആ അച്യുതപാദങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ജ്ഞാത്വാ മമ മതം സാധ്വി, ഹേ സാധ്വി പാഞ്ചാലി പതിവ്രതേ, പിതാ ദുഹിതൃവത്സല ബൃഹത്സേന ഇതി ഖ്യാതസ്തത്രോപായമജീകരൻ. ഇത് മനസ്സിലാക്കിയിട്ട് ബൃഹത്സേന ഇതി ഖ്യാത, ബൃഹത്സേനൻ എന്ന് പ്രസിദ്ധനായ ദുഹിതൃവത്സല, മകളോട് വലിയ സ്നേഹമുള്ള പിതാ അച്ഛൻ, മമ മതം ജ്ഞാത്വ, എൻ്റെ ആഗ്രഹം എൻ്റെ അഭിപ്രായം മനസ്സിലാക്കിയിട്ട് തത്ര ഉപായം അജീകരൻ, അതിനൊരു സൂത്രം ഒരു മാർഗം നിശ്ചയിച്ചു എന്നാണ്. ഭഗവാൻ അവിടേക്ക് വരണം, എന്നാലല്ലേ തൻ്റെ മകളെ വിവാഹം ചെയ്യുള്ളൂ. മകൾക്ക് ശ്രീകൃഷ്ണനെയാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയ ബൃഹത്സേനൻ എന്ന ആ പിതാവ് ഒരു കാര്യം ചെയ്തു. യഥാ, എന്താ കാര്യം എന്ന് പറയുകയാണ്. സ്വയംവരേ രാജ്ഞി മത്സ്യ പാർത്ഥേപ്സയാ കൃത അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ സജലേ പരം. ഇവിടെ പണ്ട് രാജ്ഞി പാഞ്ചാലിയോട് പറയുകയാണ്, തവ സ്വയംവരെ, അവിടുത്തെ സ്വയംവരത്തിൽ പാർത്ഥേപ്സയാ മത്സ്യ യഥാ കൃത, അർജുനനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് മത്സ്യത്തെ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത്, സ അത്, ബഹി പുറമേ ആച്ഛന്ന മറയ്ക്കപ്പെട്ടത്, അയം തു ഇതോ ജലേ പരം ദൃശ്യത്തെ ജലത്തിൽ കാണുന്നത്. പാഞ്ചാലിയോട് പറയാണ്, പാഞ്ചാലിയുടെ സ്വയംവരത്തിൽ അർജുനനെ തൻ്റെ മകളുടെ ഭർത്താവായി കിട്ടണം എന്ന് ആഗ്രഹിച്ച ദ്രുപദൻ മത്സ്യമെന്ന ലക്ഷ്യത്തെ ഭേദിക്കുന്ന പുരുഷൻ പുത്രീവല്ലഭനാകും എന്ന് നിശ്ചയിച്ചതുപോലെ എൻ്റെ അച്ഛനും ഭഗവാനെ സിദ്ധിക്കാനുള്ളത് കൊണ്ട് ഒരു സൂത്രം കാണിച്ചു എന്നാണ്. മത്സ്യാകൃതിയായിട്ടുള്ള ലക്ഷ്യം പുറമേ കാണാത്ത തരത്തിലായിരുന്നു ദേവിയുടെ, പാഞ്ചാലി ഹേ രാജ്ഞി അവിടുത്തെ വിവാഹത്തിന് സജ്ജീകരിച്ചിരുന്നത്. സ്തംഭത്തോട് ചേർന്ന് ദൃഷ്ടിയെ ഊർധ്വഭാഗത്തേക്ക് ശരിയായി നിർത്തിയപ്പോൾ അർജുനൻ അത് കാണാൻ സാധിച്ചു. അപ്പം സ്ഥിരദൃഷ്ടിയുള്ള അർജുനൻ അതിനെ ഭേദിച്ചു. എന്നാൽ എൻ്റെ വിവാഹത്തിന് മുന്നോടിയായി അച്ഛൻ തീർത്ത ലക്ഷ്യം ഇങ്ങനെയായിരുന്നില്ല. ജലപാത്രത്തിൽ, താഴെയുള്ള ജലപാത്രത്തിൽ അതിൻ്റെ പ്രതിബിംബം കാണും. അപ്പം ദൃഷ്ടി കീഴ്പോട്ടാക്കി അസ്ത്രം മേൽപോട്ടയക്കണം. ഈ പ്രവൃത്തി ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അച്ഛന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ ലക്ഷ്യം നിശ്ചയിച്ചു. ശ്രുത്വൈതൽ സർവതോ ഭൂപ ആയയുർമത്പിതുപുരം സർവാസ്ത്രശസ്ത്രതത്വജ്ഞാ സോപാധ്യായ സഹസ്രശ. ഏതൽ ശ്രുത്വ, ഇത് കേട്ടിട്ട് സർവതഃ സർവാസ്ത്രശസ്ത്രതത്വജ്ഞ, പല ദിക്കിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ദിക്കിൽ നിന്നും എല്ലാ തരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങളുടെ സൂക്ഷ്മങ്ങളെ അറിയുന്ന രാജാക്കന്മാർ, സോപാധ്യായ ഉപാധ്യായന്മാരോടുകൂടി, സഹസ്രശ മൽപിതു പുരം ആയയു, എൻ്റെ അച്ഛൻ്റെ രാജധാനിയിലേക്ക് അവരൊക്കെ എത്തിച്ചേർന്നു. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അസ്ത്രങ്ങളുടെ പ്രയോഗവും സംഹാരവും അറിയാവുന്ന തത്വജ്ഞന്മാരായിരിക്കുന്ന അവർ ഉപാധ്യായനന്മാരോടുകൂടി ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നു. അച്ഛനോ പിത്രാ സംപൂജിതാ സർവേ യഥാവീര്യം യഥാവയ ആദദുസ്സശരം ചാപം വേദ്ധും പരിഷതി മധ്യ. യഥാവീര്യം യഥാവയ, വീര്യമനുസരിച്ചും വയസ്സനുസരിച്ചും എല്ലാവരും പിത്ര സംപൂജിത, അച്ഛനാൽ പൂജിക്കപ്പെട്ടു.
മധ്യ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി അവര് വേദ്ധും പരിഷതി ലക്ഷ്യം മുറിക്കാനായി ആ സഭയിൽ സശരം ചാപം ആദതു ആ അമ്പും വില്ലും എടുത്തു എന്നാണ്. അപ്പൊ വിവാഹം ആ ലക്ഷ്മണയെ വിവാഹം ചെയ്യണമെന്ന മോഹത്തോടു കൂടി അമ്പും വില്ലും എടുത്ത് അവര് ആ പ്രവൃത്തി. പക്ഷേ മനസ്സ് ലക്ഷ്യത്തിലേക്കായിരുന്നില്ല. അവരുടെ ഏകലക്ഷ്യം ലക്ഷ്മണയായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായി, അവർക്ക് ആർക്കും ആ ലക്ഷ്യത്തെ ഭേദിക്കാൻ സാധിച്ചില്ല. ആദായ വ്യസൃജൻ കേജിൽ സജ്യം കർത്തുമനീശ്വര ആകോഷ്ഠം ജ്യാം സമുൽകൃഷ്യ പേതുരേകോ മുനാഹത. ഇവിടെ കേജിൽ ചിലരോ ഇതെടുത്തിട്ട് ആദായ സജ്യം കർത്തും ഞാൻ കെട്ടാൻ അനീശ്വരാഹ അവർക്ക് സാമർഥ്യമില്ലാതെ വ്യസൃജൻ അത് ഉപേക്ഷിച്ചു. ഏകെ വേറെ ചിലർ ജ്യാം ആകോഷ്ഠം ഞാണിനെ കോഷ്ഠം വരെ വലിച്ചിട്ട് സമുൽകൃഷി ആകർഷിച്ചിട്ട് അമുന ആ ചാപം കൊണ്ട് ഹത പേതു അവരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ്. വില്ലെടുക്കുന്നവരിൽ ചിലർക്ക് ഞാൻ വലിച്ചു കെട്ടാൻ പോലും പറ്റാതെ അവരൊക്കെ അത് ഉപേക്ഷിച്ചു പോയി. മറ്റു ചില ആളുകൾ ആ ചാപത്തിൻ്റെ ശക്തിയെ താങ്ങാൻ സമർത്ഥരല്ലാതെ അവരൊക്കെ താഴെ വീണു. ചിലർക്കൊക്കെ അപായം പറ്റിയെന്നാണ്. സജ്യം കൃത്വ പിന്നെയോ പരേ വീരാമാഗധാംബഷ്ഠചേതിപ ഭീമോ ദുര്യോധന കർണോ മാവിന്ദം സ്തദവസ്ഥിതിം. ഭീമൻ, ദുര്യോധനൻ, കർണൻ, പിന്നെ മാഗധൻ, ജരാസന്ധൻ, അംബഷ്ഠൻ, ശിശുപാലൻ തുടങ്ങിയ വീരന്മാര് സജ്യം കൃത്വ ഞാൻ വലിച്ചു കെട്ടിയെങ്കിലും തദവസ്ഥിതിം ന അവിന്ദൻ ആ ലക്ഷ്യത്തെ അറിയാനായിട്ട് അവർക്ക് ആർക്കും സാധിച്ചില്ല. ഭീമൻ, ദുര്യോധനൻ, കർണൻ, ജരാസന്ധൻ, അംബഷ്ഠൻ, ശിശുപാലൻ ഇങ്ങനെയുള്ള ആളുകൾ അവരെ കുറച്ചുകൂടി കേമം. ഇനി അതിനേക്കാൾ മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വ ച തദവസ്ഥിതിം പാർത്ഥോ യത്തോ സൃജൽബാണം നാച്ചിനൽ പസ്പൃശേ പരാം. പിന്നെ വന്നത് ദ്രൗപദിയുടെ ഭർത്താവായ അർജുനൻ തന്നെ. ജലേ മത്സ്യാഭാസം വീക്ഷ്യ ജലത്തിൽ മത്സ്യത്തിൻ്റെ പ്രതിബിംബം കണ്ടിട്ട് തദവസ്ഥിതിം അത് അറിഞ്ഞ് ജ്ഞാത്വാപി അറിഞ്ഞിട്ടും പാർത്ഥൻ യത്ത വളരെ യത്നത്തോടുകൂടി ബാണം അസൃജൽ ആ അമ്പ് വിട്ടു ന അച്ഛിനൽ ആ ലക്ഷ്യം മുറിച്ചില്ല, മറിച്ച് പസ്പൃശേ ഒന്നിങ്ങനെ തൊട്ടു. അത്രയെങ്കിലും സാധിച്ചു അർജുനന്. ബാണം ലക്ഷ്യത്തിൽ തട്ടി അവിടുന്ന് പോവുകയും ചെയ്തു. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാധായ സജ്യം കൃത്വാധ ലീലയാ. ഭഗവാൻ ഒരു ലീല നേരത്തെ സത്യ പറഞ്ഞതുപോലെ ശിശുക്കള് ഏതുപോലെ ഈ അജതോകാൻ ഇവ എന്ന് പറഞ്ഞില്ലേ, സത്യ പറഞ്ഞു യഥാ ശിശവോ അജതോകാൻ എന്ന്. ഈ ആട്ടുകുട്ടികളെ പിടിച്ചു കെട്ടിയതുപോലെ ഇതുപോലെ ഭഗവാൻ ഒരു ലീലയാണ്, ഇതൊരു കളിയാണ്. എല്ലാ രാജാക്കന്മാരും രാജന്യേഷു നിവൃത്തേഷു അവരൊക്കെ മടങ്ങിയപ്പോൾ മാനിഷു ഭഗ്രമാനേഷു അഹങ്കാരികൾ അഭിമാനമുള്ള ആളുകളൊക്കെ അപമാനിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീഹരി ധനു ആദായ വില്ലെടുത്ത് ലീലയാ സജ്യം കൃത്വ വെറും ഒരു തമാശ എന്നതുപോലെ ആ ഞാൻ വലിച്ചു കെട്ടി തസ്മിൻ സന്ധായ വിശിഖം അതിൽ ബാണത്തെ തൊടുത്തിട്ട് മത്സ്യം വീക്ഷ്യ സകൃജ്വലേ മത്സ്യത്തെ സകൃത് ഒരിക്കൽ വെള്ളത്തിൽ ഇങ്ങനെ നോക്കി അത്രേ വേണ്ടിയെന്നുള്ളൂ. ചിത്വേഷൂണ ആപദായത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ ഇഷുണ ചിത്വ ബാണം കൊണ്ട് മുറിച്ച് സൂര്യൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ അതിനെ താഴേക്ക് പതിപ്പിക്കുകയും ചെയ്തു. വിജയപ്രദമായ ദിവസമാണ് അഭിജിത്ത്, അല്ലെ സമയമാണ്, മുഹൂർത്തമാണ് അഭിജിത്ത്, 8ാം മുഹൂർത്തം എന്നൊക്കെ പറയും. അപ്പോൾ ബാണം തൊടുത്ത വെള്ളത്തിൽ മത്സ്യപ്രതിബിംബത്തെ നോക്കി ബാണം തൊടുത്ത ഭഗവാൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ അത്ഭുതകരമായി എല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ അസ്ത്രം കൊണ്ട് ലക്ഷ്യത്തെ ഭേദിച്ച് താഴേക്ക് വീഴ്ത്തി. ഈ സമയത്തോ ദിവിദുന്ദുഭയോ നേതുർജയ ശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരൻ മുമുചുർ ഹർഷവിഹ്വല.
ദിവി ദുന്ദുഭയ, ആകാശത്ത് ദുന്ദുഭി മുഴങ്ങി, ഭൂമിയിൽ ജയശബ്ദങ്ങളോടുകൂടി അതും അവിടെ മുഴങ്ങി. ദേവന്മാരോ ഹർഷവിഹ്വല, സന്തോഷം കൊണ്ട് കുസുമസാരാൻ മുമുച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കബരീധൃതസ്രഗ്. കളനൂപുരാഭ്യാം, വളരെ മധുരശബ്ദമുള്ള നൂപുര കാൽച്ചിലമ്പുകളുള്ള പാദങ്ങളോടുകൂടി കനകോജ്വല രത്നമാലാം, സ്വർണം കൊണ്ട് ജ്വലിക്കുന്ന രത്നമാലയൊക്കെ പിടിച്ച്, നൂത്നേ പുതിയ, കൗശികാഗ്രേ ശ്രേഷ്ഠമായിട്ടുള്ള 2 പട്ടുവസ്ത്രങ്ങളൊക്കെ നിവർത്തിയിട്ട് അത് ധരിച്ച്, സവ്രീഡഹാസവദന, ലജ്ജയും ഹാസവും രണ്ടും കൂടിയ മുഖത്തോടു കൂടിയവളായി, കബരീധൃതസ്ര, തലമുടിയിൽ ധരിച്ച മാലയോടുകൂടിയവളായി ഞാൻ ആ പൂമാല, തലമുടിയിൽ പൂമാലയൊക്കെ ചാർത്തി, അഹം തദ്രംഗം ആവശ്യം, ആ രംഗത്തേക്ക് കടന്നു വന്നു എന്നാണ്. തൻ്റെ പാദങ്ങളിൽ സ്വർണ്ണ നൂപുരങ്ങൾ ശബ്ദിക്കുന്നു, രത്നമാല കയ്യിൽ പിടിച്ച് 2 പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, ലജ്ജ കൊണ്ട് തല താഴ്ത്തി, മുഖത്ത് മന്ദഹാസം ചേർത്തു വെച്ച്, തലമുടിയിൽ പൂമാല ചാർത്തി ഞാൻ രംഗത്തിലേക്ക് എത്തി. എന്നിട്ടോ ഉന്നീയ വക്രമുരു കുന്തള കുണ്ടലത്യുദ്ഗണ്ഡസ്ഥലം ശിശിരഹാസകടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ്യ പരിതശനകൈർമുരാരേരംസേനുരക്തഹൃദയ നിദധേ സ്വമാലം. അംസേ അനുരക്തഹൃദയ എന്നാണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ മെല്ലെ അനുരാഗയുക്തമായ ഹൃദയത്തോടുകൂടി ഞാൻ ഭഗവാന്റെ ആ കഴുത്തിൽ മാല ചാർത്തിയതാണ്. ഒരു കുന്തള കുണ്ടലത്യുദ്ഗണ്ഡസ്ഥലം, വളരെ ശ്രേഷ്ഠമായ തലമുടിയും കുണ്ടലങ്ങളുടെ ശോഭ തട്ടുന്ന ഗണ്ഡസ്ഥലങ്ങളോടും കൂടിയ മുഖത്തെ ഞാൻ ഉയർത്തി. വക്രമുന്നീയ ശിശിരഹാസ കടാക്ഷമോക്ഷൈ, സന്താപത്തെ തീർക്കുന്ന മന്ദഹാസത്തോടുകൂടി അപാംഗ വീക്ഷണങ്ങൾ കൊണ്ട് പരിതഹ, 4 ഭാഗത്തും രാജാക്കന്മാരെ നോക്കി മെല്ലെ ആ അനുരാഗയുക്തമായ ഹൃദയത്തോടുകൂടി കയ്യിലുണ്ടായിരുന്ന മാല മുരാരേ അംസേ, മുരാരിയുടെ കണ്ഠത്തിൽ ഞാൻ നിദധേ, അവിടെ അണിയിച്ചു സ്വമാല. ഇവിടെ എൻ്റെ മുഖമൊന്നങ്ങനെ ഉയർത്തിയപ്പോൾ ആ പുഞ്ചിരിയോടുകൂടി പഞ്ചാംഗ വീക്ഷണങ്ങൾ കൊണ്ട് രാജാക്കന്മാരെ ഒന്നിങ്ങനെ നോക്കി. ഞാനിതാ ശ്രീകൃഷ്ണ പത്നിയാവാൻ പോണു എന്നിട്ടോ ഒന്നിങ്ങനെ പുഞ്ചിരിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ മാലയിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്? രാജാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ടല്ല, രാജാക്കന്മാരുടെ ഇടയിൽ രാജരാജനായിരിക്കുന്ന, രാഗലോലനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? ഉത്സാര്യവാമകരജൈരളകാനപാംഗൈ പ്രാപ്താൻ ഹ്രിയൈക്ഷത ദദൃശേ അച്യുതം സ എന്നാണ്. രുക്മിണിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ വിവാഹ കഥ ഓർമ്മ വരുന്നുണ്ട്. അന്ന് താൻ ഇടതുകൈ കൊണ്ട് ആ അളകങ്ങൾ മാറ്റുന്നത് പോലെ മുഖം ചാർത്തിയിരുന്ന മുഖപടം, മൂടുപടം മാറ്റിയിട്ടാണ് മുകുന്ദരെ കണ്ടത്. ഇവിടെ ഈ രാജകുമാരി ഒട്ടും ശങ്കയില്ലാതെ തല ഉയർത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മാല ആ ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചു. ഈ സമയത്തോ താവൻ മൃദംഗപടഹ ശംഖഭേര്യാനകാദയ നിനേതുർനടനർത്തക്യോ നൃദുർഗായകാജഗു. ഈ സമയത്ത് മൃദംഗം, പടഹം, ശംഖ്, ഭേരി, ആനകം തുടങ്ങിയവയൊക്കെ മുഴങ്ങി. കളിക്കാര് നടനാർത്തക്യ, നടന്മാരും നർത്തകികളും നൃത്തം ചെയ്തു. ഗായക ജഗു, അവർ പാട്ടുപാടുകയും ചെയ്തു. ഏവം വൃതേ ഭഗവതി മയേശേ നൃപയൂഥപ ന സേഹിരേ യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃക്ഷയാതുര. യാജ്ഞസേനി ദ്രൗപദി വിളിക്കുകയാണ്. ഈ തരത്തിൽ ഭഗവതി ഈശേ മയാവൃത്തെ, ഭഗവാൻ ആ നാഥൻ എന്നാൽ വരിക്കപ്പെട്ടപ്പോൾ സ്പർദ്ധന്ത സ്പർദ്ധിക്കുന്ന, ഹൃക്ഷയാതുര കാമം കൊണ്ട് ദുഃഖിതരായ, നൃപയൂഥപ ആ രാജകുലത്തിൻ്റെ അധിപന്മാര് നസേഹിര അവർക്ക് സഹിച്ചില്ല. അവരെന്നെ കിട്ടണമെന്ന് വിചാരിച്ചു വന്നതാണ്. ഞാൻ ഭഗവാന്റെ പത്നിയായി മാറിയപ്പോൾ
അവർക്ക് മന്മഥപീഡ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട അവര് സഹിക്കാതെ അവിടുന്ന് യുദ്ധത്തിനായിട്ട് വരുന്നു. മാം താവദ്രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധസ്ഥസ്ഥാവാചൗ ചതുർഭുജ. ഈ സമയത്ത് ഹയരത്ന ചതുഷ്ടയം, ആ കുതിരകളാകുന്ന ശ്രേഷ്ഠമായ രത്നതുല്യരായിരിക്കുന്ന 4 കുതിരകൾ, ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈ, ആ രഥത്തിലേക്ക് മാം ആരോപ്യ, എന്നെ കയറ്റിയിട്ട് ശാർഗം ഉദ്യമ്യ, ശാർഗം എന്ന വില്ല് ഉയർത്തി, സന്നദ്ധ ഒരുങ്ങിക്കൊണ്ട്, ചതുർഭുജ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആജൗ തസ്ഥൗ യുദ്ധത്തിൽ തയ്യാറായിട്ട് അവിടെ നിന്നു. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷിതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ. ഹേ രാജ്ഞി ദ്രൗപദി, മിഷിതാം ഭൂഭുജാം മൃഗാണാം മൃഗരാടിവ, നോക്കി നിൽക്കുന്ന രാജാക്കന്മാരെ അവഗണിച്ചും കൊണ്ട്, അവരെ ഒന്നും ആദരിക്കാതെ, സാധാരണ മൃഗങ്ങളെ കാണുമ്പോൾ സിംഹം അതിനെയൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല, ഇതേപോലെ കാഞ്ചനോപസ്കരം രഥം ദാരുക ചോദയാമാസ, മറ്റു മൃഗങ്ങളെ സിംഹം എങ്ങനെയാണോ നിസ്സാരമായി കരുതുന്നത്, അതേപോലെ ദാരുകൻ തൻ്റെ രഥം മുന്നോട്ട് ചലിപ്പിച്ചു. തേന്വസജ്ജന്ത രാജന്യ നിഷേദ്ധും പഥി കേചന സംയത്താധൃതേശ്വാസ ഗ്രാമസിംഹ യഥാഹരിം. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ നായ്ക്കള്, ഹരിം യഥ സിംഹത്തെ എന്നതുപോലെ, കേചന തേ രാജന്യ ആ രാജാക്കന്മാരിൽ ചിലർ വഴിയിൽ ശ്രീഹരിയെ ഹരിം നിഷേധും തടുക്കാനായി അന്വസജ്ജന്ത അനുഗമിച്ചു, സംയത്ത പരിശ്രമിച്ചു, ഉദ്ധൃതേശ്വാസ ഉയർത്തപ്പെട്ട ചാപബാണങ്ങളോടുകൂടി അവർ നിന്നു. എന്തിനാ? ശ്രീഹരിയെ തടയാൻ വേണ്ടി. കയ്യിൽ അമ്പും വില്ലൊക്കെ എടുത്തും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. സിംഹത്തിൻ്റെ മുമ്പിൽ നായ്ക്കൾ എന്നതുപോലെ. നായ്ക്കൾക്ക് സിംഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതേപോലെ അവര് കൂടിച്ചേർന്നു. തേ ശാർഗച്യുതബാണൗഘൈ കൃത്തബാഹു അംഘ്രികന്ധര നിപേതു പ്രധനേ കേചിദേകേ സന്ധ്യജ്യ ദുദ്രുവു. ശാർഗച്യുതബാണൗഘൈ, ശാർഗത്തിൽ നിന്നും പുറപ്പെട്ട ബാണങ്ങളെ കൊണ്ട്, കൃത്തബാഹു അംഘ്രികന്ധര മുറിക്കപ്പെട്ട കൈകൾ, കാലുകൾ, അതേപോലെ കണ്ഠം, കഴുത്ത് എന്നിവയോടുകൂടിയ ചിലർ യുദ്ധത്തിൽ നിപേതു അവിടെ താഴെ വീണു. ഏകെ വേറെ ചില ആളുകളോ സന്ധ്യജ്യ ദുദ്രുവു പേടിച്ച് ഓടി പോവുകയും ചെയ്തു, യുദ്ധം ഉപേക്ഷിച്ച് ഓടിപ്പോയി. തതപുരിം യദുപതിയത്യലങ്കൃതാം രവിച്ഛതധ്വജപടചിത്രതോരണാം കുശസ്ഥലിം ദിവിഭുവി ചാഭിസംസ്തുതാം സമാവിശത്തരണിരിവ സ്വകേതനം. തഥാ അതിനുശേഷം ആ യദുപതി ഭഗവാൻ അത്യലങ്കൃതാം രവിച്ഛതധ്വജപടചിത്രതോരണാം അലങ്കരിക്കപ്പെട്ടതും സൂര്യനെ മറയ്ക്കുന്ന ധ്വജപടങ്ങൾ, ആ സൂര്യമറ എന്നൊക്കെ പറയും, ചിത്രതോരണങ്ങൾ ഒക്കെ ആയിട്ടുള്ള ദിവി ആകാശത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്ന കുശസ്ഥലീം പുരിയും ദ്വാരകാപുരിയിലേക്ക്, തരണി സ്വകേതനം ഇവ സൂര്യൻ തൻ്റെ സ്ഥാനത്തിലേക്ക് എന്നതുപോലെ ഭഗവത് സ്വരൂപം ആ ഭാഗവത സൂര്യൻ അവിടേക്ക് കടന്നു എന്നാണ്. വന്ദികളും സ്തുതിപാഠകന്മാരൊക്കെ കീർത്തിക്കണു, ആകാശത്ത് ദേവന്മാർ ഭഗവാനെ വന്ദിക്കണു. ദ്വാരകാപുരിയിലേക്ക് സൂര്യൻ ആ അസ്താചലത്തിലേക്ക്, അസ്തമയ പർവ്വതത്തിലേക്ക് എത്തുന്നത് പോലെ എത്തിയപ്പോഴേക്കും സന്ധ്യാസമയമായി എന്നാണ്, പട്ടണപ്രവേശത്തിന് സമയമായപ്പോൾ അങ്ങനെ ഭഗവാൻ അവിടേക്ക് കടന്നു ചെല്ലുന്നു. പിതാമേ പൂജയാമാസ, എൻ്റെ അച്ഛൻ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഹവാസോലങ്കാരൈ ശയ്യാസന പരീക്ഷതൈ. എൻ്റെ അച്ഛൻ വിലപിടിച്ച വസ്ത്രാലങ്കാരങ്ങൾ, ശയ്യാസന പരീക്ഷതൈ മെത്ത, സിംഹാസനം, ഉപകരണം ഇതൊക്കെ കൊണ്ട് സ്നേഹിതന്മാർ, സംബന്ധികൾ, ബന്ധുക്കൾ ഇവരെയൊക്കെ പൂജിച്ചു, സൽക്കരിച്ചു. എൻ്റെ അച്ഛൻ പല വസ്തുക്കളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ സമർപ്പിച്ചു. പിന്നെ ദാസീഭി സർവസമ്പദ്ഭിർ ഭടേ ഭരതവാജിഭി ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിതാം. ഭക്തി കൊണ്ട് ആ പരിപൂർണനായിരിക്കുന്ന ഭഗവാന്
ഭക്തി കൊണ്ട് നൽകി. എന്തൊക്കെയാ നൽകിയത്? സർവസമ്പത്തോടും കൂടി ദാസികളെ, ഭടേഭരഥ വാജിഭി, ഭടന്മാര്, ഇഭം ആനകള്, വാജി കുതിരകള്, അതേപോലെ രഥം തേരുകൾ, ഇതോടുകൂടി ആയുധങ്ങളെയും ഭഗവാന് സമർപ്പിച്ചു. ആത്മാരാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസിക സർവസംഗനിവൃത്യാദ്ധ തപസാച ബഭൂവിമ. സർവസംഗനിവൃത്യ, എല്ലാ സംഘങ്ങളിൽ നിന്ന് വർത്തിച്ചും കൊണ്ട് തപസ് ചെയ്തുകൊണ്ട്, ഇമാവയം, ഈ ഞങ്ങള് ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാരാമനായിരിക്കുന്ന ഭഗവാന്റെ തന്നെ ഗൃഹദാസിക ബഭൂവിമ, ഗൃഹദാസികളായി മാറി എന്നാണ്. ഞങ്ങളിൽ നിന്ന് ഭഗവാൻ ഒന്നും കിട്ടാനില്ല, ഇല്ലേ? ആത്മാരാമനാണ് അവിടുന്ന്. അവിടുത്തെ ഗൃഹദാസ്യം ഞങ്ങൾക്ക് സിദ്ധിച്ചത് ജന്മാന്തര പുണ്യം, ആ ജന്മകോടി സുകൃതം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടുത്തെ ദാസികളായിട്ട് തീർന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് നരകാസുരൻ്റെ കൊട്ടാരത്തിൽ തടവിലാക്കപ്പെട്ടിരുന്ന മഹിഷികള്, ആ സ്ത്രീകള്, ഭഗവത് പത്നിമാര് പറയാണ്, ഭൗമം നിഹത്യ സഗണം യുധതേന രുദ്ധ ജ്ഞാത്വാധന ക്ഷിതിജയേജിതരാജകന്യാ നിർമുച്യ സംസൃതി വിമോക്ഷമനുസ്മരന്തി പാദാംബുജം പരിണിനായ ആപ്തകാമ. ക്ഷിതിജയെ, ദിഗ്വിജയത്തിൽ, ജിതരാജകന്യ, ജയിക്കപ്പെട്ട രാജകന്യകമാരെയും, തേന, അവനാൽ, രുദ്ധ, ബന്ധിക്കപ്പെട്ടവരായും, സംസൃതി വിമോക്ഷം, സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായ പാദപത്മത്തെ അനുസ്മരന്തി ന, നിത്യം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ അറിഞ്ഞിട്ട്, ജ്ഞാത്വ യുധി ഭൗമം സഗണം നിഹത്യ, യുദ്ധത്തിൽ നരകാസുരനെ, ഭൗമാസുരനെ സേനയോടുകൂടി നിഗ്രഹിച്ചിട്ട്, ആപ്തകാമഹ, എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്ന ആരാണോ ഞങ്ങളെ ആ തടവിൽ നിന്ന് മോചിപ്പിച്ച് നിർമ്മുച്യ പരിണിനായ, ഞങ്ങളെയൊക്കെ വിവാഹം ചെയ്തു. സംസാര സങ്കടം തീർത്ത് രക്ഷിക്കുന്ന ഭഗവത് പാദപത്മത്തെ മാത്രമാണ് ഞങ്ങൾ കാരാഗ്രഹത്തിൽ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അങ്ങനെ നിരന്തരം സ്മരിച്ചപ്പോൾ ഭഗവാൻ വന്ന് നരകാസുരനെ നിഗ്രഹിച്ച് ഞങ്ങളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഭക്തബന്ധുവായ ഭഗവാൻ അവിടുത്തെ ബന്ധം നൽകി, ഭാര്യാബന്ധം നൽകി അനുഗ്രഹിച്ചു. നവയം സാധ്വി സാമ്രാജ്യം സ്വാരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാഹരേ പദം കാമയാമഹ ഏതസ്യ ശ്രീമൽപാദരജശ്രിയ കുചകുങ്കുമഗന്ധാഢ്യം മൂർധ്നാവൂഢും ഗദാഭൃത. സാധ്വി വിളിക്കുകയാണ് ദ്രൗപദിയെ. ഞങ്ങൾ സാമ്രാജ്യം, ചക്രവർത്തി പദം, സ്വാരാജ്യം, ഇന്ദ്രപദം, ഭൗജ്യം, ഇത് രണ്ടും കൂടിയ അവസ്ഥ, വൈരാജ്യം, വിരാട്ടിൻ്റെ സ്ഥാനം, പാരമേഷ്ഠ്യം, ബ്രഹ്മപദം, ആനന്ദ്യം, അവസാനമില്ലാത്തതായ ഹരേപദം വ, വിഷ്ണുപദം, മോക്ഷം ന കാമയാമഹേ, ഞങ്ങൾക്കിതൊന്നും വേണ്ടാന്നാണ്. പിന്നെയോ ഗദാഭൃത ഏതസ്യ, ഗദാധരനായിരിക്കുന്ന, കൗമോദകി ധരിച്ച ആ ഭഗവാന്റെ ശ്രീയുടെ കുചകുങ്കുമഗന്ധാഠ്യം, കുചകുങ്കുമഗന്ധം കൊണ്ട് ആഢ്യമായിരിക്കുന്ന ശ്രീമത് പാദരജ, ശ്രീമത്തായ പാദധൂളിയെ മൂർധ്നാവോഢും കാമയാമഹേ, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ടാന്ന്. ന നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ എന്ന് പറയണില്ലേ, അതേപോലെ സാർവഭൗമപദം വേണ്ട, ഇന്ദ്രപദം വേണ്ട, വിരാട് പുരുഷന്റെ നില വേണ്ട, സാലോക്യാദി മോക്ഷങ്ങൾ വേണ്ട. ഞങ്ങൾക്ക് ആ ഭഗവാന്റെ ശ്രീപാദരജസ് ശിരസ്സുകൊണ്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. വ്രജസ്ത്രീയോ യദ്വാഞ്ഛന്തി പുളിന്ദ്യസ്തൃണവീരുധ ഗാവശ്ചാരയതോ ഗോപാ പാദസ്പർശം മഹാത്മന. ഗാവഹ, ഗോക്കളെ പരിപാലിക്കുന്ന മഹാത്മാവിൻ്റെ യത് പാദസ്പർശം, ഏതൊരു പാദസ്പർശത്തെയാണോ ഗോപന്മാരും, തൃണവീരുധ, പുല്ലുകളും ചെടികളും, പുളിന്ദ്യ, കാട്ടാള സ്ത്രീകളും, വ്രജസ്ത്രീയ, ഗോപികളും ആഗ്രഹിക്കുന്നു, ആ പാദധൂളി കിട്ടണമെന്നാണ്. ദുർലഭമാണ്, എങ്കിലും ഭഗവാന്റെ സേവകന്മാർക്ക് അത് കിട്ടും.
ഭഗവാൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പാദധൂളി പുല്ലുകളും ചെടികളും കാട്ടാള സ്ത്രീകളും ഗോപസ്ത്രീകളും ഗോപന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നു, അവർക്കൊക്കെ അത് കിട്ടുന്നു. അതേപോലെ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം, ആ കൃപാവാത്സല്യം ഞങ്ങൾക്കും കിട്ടും. ഭജിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ഗോപികമാരുടെ കഥയൊക്കെ കേട്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. ആ ചരണദാസ്യം, ആ പാദധൂളി എന്നെന്നും അനുഭവവേദ്യമാക്കി തരണേ എന്ന ഒരു പ്രാർത്ഥന, ആ ഭഗവത് പത്നിമാരുടെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിൽ ശ്രീകൃഷ്ണ പത്നികളുടെ സ്വസ്വോദ്വാഹ വർണ്ണനം, അവരവരെ ഉദ്വാഹം ചെയ്ത വർണ്ണന സമർപ്പിക്കുന്നത് 84-ാമത്തെ അധ്യായം നാളെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു
രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 「 ഹരിയോ 」 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 ။ 「 ഹരിയോ 」 ။ 「 ഹരിയോ」 ။ 「 ഹരിയോ」 ။ 「 ഹരിയോ」   ။ 「 ഹരിയോ」 ။ 「 ഹരിയോ」  ။ 「 ഹരിയോ